ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ കയ്പൊന്നുമില്ലാതെ എങ്ങനെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാവയ്ക്ക കഴിക്കാൻ താല്പര്യമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ thecoffeemug. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതിനായി ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചെറുതായി തിരുമ്മിയെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു പാവയ്ക്ക ഇങ്ങനെ കനം കുറച്ച് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് കൊത്തിയരിഞ്ഞതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1.5 കപ്പ് ഉണ്ടായിരുന്നു. കയ്പ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പാവയ്ക്ക കട്ട് ചെയ്ത ഉടൻ തന്നെ കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചായിരുന്നു. അടുത്തതായി ഇതിലേക്ക് ഒരു വലിയ സവോളയാണ് ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1 കപ്പാണ് ഉണ്ടായിരുന്നത്. അടുത്തതായി 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി വേണ്ടി വരും. ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും. മുളകൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം പാവയ്ക്കായിൽ ഉപ്പ് തിരുമ്മി വെച്ചപ്പോഴും 1/4 ടീസ്പൂണാണ് ചേർത്തിരുന്നത്. ഇനിയും ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള നാടൻ കറികളുടെ വളരെ നല്ല റെസിപ്പികൾ പലതും ഞാൻ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണേ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. ഇതിനു വേണ്ടി വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാട്ടോ. എങ്കിലും നാടൻ കറിയായത് കാരണം തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാട്ടോ. ഏകദേശം 2 ടീസ്പൂണൊക്കെ വെള്ളം മതിയാവും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു തോരനാണിത്. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. മൊത്തം സമയവും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കേണ്ടത്. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന തേങ്ങയും സവോളയും ഒന്നും കൂടുതലല്ല. ഇവ ഇത്രയും തന്നെ എടുത്താലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പാവയ്ക്കയുടെ കയ്പും കുറഞ്ഞിരിക്കും. വീണ്ടും കൂട്ടി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാകും. ഒന്ന് ഇളക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പ് കുറവാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരനാണിത്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഈ തോരൻ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടുതൽ നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു.